ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിൽ ഇപ്പോഴുള്ള ഒരു എനർജി എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തേർഡ് പാർട്ടി റീഡിംഗ് ചെയ്തിട്ട് കുറച്ച് ആഴ്ചകളായെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തേർഡ് പാർട്ടി റീഡിംഗ് നോക്കാമോ എന്നുള്ളത് ഒരുപാട് പേര് കമൻസിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ടോപ്പിക് എടുത്തത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് നിലവിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കി വിടുക. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറൻറ്റ് എനർജി ആൻഡ് സിറ്റുവേഷൻ നോക്കാം. ഓക്കെ, 4 of Cups energy, World, Page of Cups, 2 of Wands, 9 of Cups, Hierophant energy, 8 of Wands, 9 of Pentacles, Tower, Hermit, Magician, Death. നമുക്ക് ഒരു കാർഡ് കൂടി എടുത്ത് നോക്കാം. 4 of Pentacles. ഓക്കെ, ഒരെണ്ണം കൂടി എടുക്കാം. King of Swords. അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ ഇവരുടെ ഒരു സ്പ്രെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാര്യം, നിങ്ങളുടെ വ്യക്തി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അത്ര ഭയങ്കര താല്പര്യത്തോടെ ആയിരിക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സോടെ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയൊരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുത്തി തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയൊരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം. കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 4 of Cups എനർജി എന്നാണ് ഇവിടെ തുടങ്ങുന്നത് തന്നെ. അതായത് താല്പര്യമില്ലാതെ ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോഴും ഈ ഒരു പേഴ്സൺ പാസ്റ്റാണ് ചിന്തിക്കുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ നിങ്ങളുടെ 3 പേരുടെയും ഒരു കമ്പൈൻഡ് എനർജിയാണ് നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഉള്ളപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയൊക്കെയാണ്. അപ്പോൾ അത്രയധികം സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ഈ ഒരു പേഴ്സൺ. അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ നിർബന്ധിതമായിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോകേണ്ടി വന്ന ഒരു വ്യക്തി തേർഡ് പാർട്ടിയുടെ അല്ലെങ്കിൽ സ്വാധീനം കൊണ്ട് പോകേണ്ടി വന്ന ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം. അപ്പോൾ അതാണ് മനസ്സില്ലാ മനസ്സോടെ എന്ന് നമ്മളോട് പറയാനായിട്ടുള്ള ഒരു കാര്യം. പക്ഷേ പിന്നീട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒത്തുപോകാനായിട്ട് ശ്രമിച്ചതായിട്ട് കാണാം. ആദ്യം അത്ര ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്തു, നിങ്ങളെ നഷ്ടപ്പെടുത്തി പോയവരാണെന്നുണ്ടെങ്കിലും, ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും പിന്നീട് ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ഇവിടെ അവർ നല്ല രീതിയിൽ ജെല്ലായി പോയതായിട്ട് തന്നെ നമുക്ക് കാണാം. കാരണം അവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒരു ഡ്രീം വേൾഡ് എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തേർഡ് പാർട്ടി ഒരുപാട് കാര്യങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ടാവാം ഈ ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം കാണിച്ചിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്ഥലത്ത് പെട്ടുപോയൊരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം മറന്ന് അവിടെ ആള് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നല്ല രീതിയിൽ പോയതായിട്ട് തന്നെ കാണാം. ചിലപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നിങ്ങളെ തിരിഞ്ഞു പോലും നോക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് ഒക്കെ ആയിപ്പോയ ഒരു ടൈം ആയിരിക്കാം വേണമെങ്കിൽ. കാരണം അത്രയേറെ ഈ ഒരു പേഴ്സൺ അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. നമുക്ക് ആ ഒരു വേൾഡ് എനർജിയൊക്കെയാണ് കാണാൻ കഴിയുന്നത്. പേജ് ഓഫ് കപ്സ് എനർജി, ഇതൊക്കെയാണ് കമ്പൈൻ ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയേറെ ആ ഒരു റിലേഷൻഷിപ്പിൽ സാറ്റിസ്ഫൈ ആയിട്ട് പോയ ഒരു എനർജിയാണ് നമുക്ക് അവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തേർഡ് പാർട്ടി മതി എന്നുള്ള രീതിയിൽ ഇവർ ചൂസ് ചെയ്തിട്ടുണ്ടാവാം. കാരണം ഇവിടെ നമുക്ക് ആ ഒരു പ്ലാനിങ് എല്ലാം കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ആലോചിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ വളരെയധികം ഇൻവോൾവ് ആയതുകൊണ്ടോ എന്ത് സംഗതിയാണെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് അവർ ചൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു തേർഡ് പാർട്ടിയാണ്. അല്ലെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ നിഷ്കരണം തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു വ്യക്തി, അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട എനിക്ക് ഒരു തേർഡ് പാർട്ടി എനർജി മതി എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെ നമുക്കിവിടെ കാണാം. ചിലരെ സംബന്ധിച്ച് കുറച്ച് പേർക്ക് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ ഒരു ഫാമിലി ആയിരിക്കാം, ഫാമിലിയുടെ നിർബന്ധം കൊണ്ടായിരിക്കാം. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ അത് മറ്റൊരു റിലേഷൻഷിപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. തേർഡ് പാർട്ടി എന്തായാലും നല്ല രീതിയിൽ ഇവരെ മുൻകൈ എടുത്തിട്ടാണ് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് എന്ന് നമുക്കിവിടെ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ചാടിക്കയറി നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടി എനർജിയിൽ വീണ് പോയതല്ല. ആ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ശ്രമം
ഇതിനകത്ത് നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ ഇവർ ഈ ഒരു തേർഡ് പാർട്ടിക്കകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെയാണെന്നുണ്ടെങ്കിൽ കാണാം ആ ഒരു ഹോപ്പ്. അല്ലാന്നുണ്ടെങ്കിൽ അവർ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഫ്യൂച്ചർ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടി പറയുന്നതൊക്കെ അനുസരിച്ച് അവിടെ ഉണ്ടാവും എന്നുള്ളതായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഹോപ്പിലാണ് ഇത് മുന്നോട്ട് പോയിട്ടുള്ളത്. നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ഒരു തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ് സ്പ്രെഡ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്റ്റേറ്റസ് ഉള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ള അവരുടെ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി ആയിരിക്കില്ല. പക്ഷെ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് തേർഡ് പാർട്ടിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത ഒരു പേഴ്സണെ തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ വ്യക്തി വളരെയധികം ബ്ലൈൻഡായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അങ്ങനെ ഒരു പെട്ടുപോയൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു മാറ്റം വന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ഒരു പക്ഷേ ഇപ്പം നിങ്ങളെ തീർത്തും അവോയ്ഡ് ചെയ്ത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചൂസ് ചെയ്തൊരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും വിഷമിച്ചിട്ടുണ്ടാവാം, ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം, മാനിഫെസ്റ്റേഷൻസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും ഇവിടെ നമുക്ക് ആ ഒരു പേഴ്സണിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതായത് അവരൊന്നും കൂടി സ്പിരിച്വലി കണക്റ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു വലയത്തിനകത്ത് പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഇല്യൂഷനകത്ത് പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു തിരിച്ചറിവിലേക്കൊക്കെ ഈ ഒരു പേഴ്സൺ മാറിയതായിട്ട് നമുക്ക് കാണാം, അല്ലെങ്കിൽ അവരുടെ ഒരു ടൈമിന് വന്ന ചേഞ്ച് ആയിരിക്കും. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ലൈഫിലുണ്ടാകുന്ന പല കാര്യങ്ങൾ ഓരോന്നിനകത്തൊക്കെ പോയി പെടുക, അല്ലെങ്കിൽ ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാൻ കഴിയാത്തൊരവസ്ഥ വരിക, ക്ലാരിറ്റി ഇല്ലാതെ വരിക, അല്ലെങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായി തീരുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നത് നമുക്കൊരു സമയദോഷം ഉള്ളപ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മുടെ ലൈഫിൽ കടന്നു വരാറുണ്ട്. അപ്പോൾ അതായത് നമുക്ക് ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മളുടെ ഇൻറ്റ്യൂഷൻസ് ആണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ തെറ്റായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഇതുപോലെ എവിടെയെങ്കിലും പോയി പെടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്നൊരു മാറ്റം ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി ആ ഒരു ദൈവാധീനത്തിലൊക്കെ വന്ന്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഒരു വെളിച്ചം ഇവർക്ക് തീർച്ചയായിട്ടും ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം നമ്മളിവിടെ നോക്കുമ്പോൾ ഇത്രയും ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് സ്റ്റക്കായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റക്ക് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അവർ ആ ഒരു റിലേഷൻഷിപ്പ് എൻജോയ് ചെയ്തതായിട്ട് തന്നെ നമുക്ക് കാണുന്നത്. ഇഷ്ടപ്പെടാതെ ഒന്നും ഇരുന്നിട്ടില്ല, ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് അത്രയും ഒരു ഹോപ്പോട് കൂടി നിന്നൊരു വ്യക്തിയാണ്. പക്ഷേ അവിടെ നിന്ന് അവർക്കൊരു മാറ്റം സംഭവിച്ചതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു സിംഗിൾ എനർജിയിലേക്ക് തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട്. അപ്പോഴും ഇവർ നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസ് ഇല്ല, കാരണം അവിടെയും നമുക്ക് ആ ഒരു സിംഗിൾ എനർജി, ഇൻഡിപെൻഡൻറ്റ് എനർജിയൊക്കെയാണ് കാണുന്നത്. ഒരു പക്ഷേ ഈ ഒരു വ്യക്തി ചിലപ്പോൾ കൂടുതലായിട്ട് അവരുടെ ഒരു കരിയർ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ, അതായത് അവരുടെ ഒരു ഗോൾ എന്താണോ അതിലേക്ക് അവർ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്ന ഒരു ടൈം പീരീഡ് ഇതിനകത്ത് നല്ല രീതിക്ക് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിൽ പല കാര്യങ്ങളിലും ഡിഫറൻസ് ഉള്ള ഒരു വ്യക്തികളായിരിക്കാം. പ്രത്യേകിച്ച് അവർ തമ്മിൽ ഏജ് ഡിഫറൻസ് നല്ല രീതിയിലുണ്ടാവും. ഒരാൾ കുറച്ച് ഏജ് കൂടിയ വ്യക്തി, ഒരാൾ ഏജ് കുറഞ്ഞൊരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരാൾ വളരെയധികം മെച്യൂറായിട്ട് തീരുമാനം എടുക്കുന്നതും, ഒരാൾ അത്രയധികം ഒരു മെച്യൂർ അല്ലാത്തൊരു പേഴ്സൺ, ഇമ്മച്യൂരിറ്റി കാണിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള ഒരു സാധ്യതയും നല്ല രീതിയിൽ തന്നെ നമുക്കിവിടെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്, അല്ലെങ്കിൽ ഈ ഒരു ബോണ്ടിങ്ങിനകത്ത് ഒരു തകർച്ച നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ടവർ സിറ്റുവേഷൻ വന്ന് കാണാം. അതായത് അതിനകത്തൊരു ഡിസ്ട്രക്ഷൻ, ചിലപ്പോൾ അവർ തമ്മിലുള്ള പരസ്പര വിശ്വാസത്തിൻ്റെ ഒരു തകർച്ചയായിരിക്കാം, അല്ലെങ്കിൽ അവർ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു ഫ്യൂച്ചറൊക്കെ ഒരുമിച്ചുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ഹോപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫുൾഫിൽമെൻ്റ് എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തകർച്ച ഏത് രീതിയിലാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ഡിസ്ട്രക്ഷൻ നല്ലതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തകർച്ച സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ചേഞ്ച്, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വന്നൊരു മാറ്റം തന്നെയായിരിക്കാം അതിൻ്റെയും ഒരു കാരണം. ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇവരെ ഒന്ന് നിർബന്ധിച്ചല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് അവരായിട്ട് തന്നെ ഒന്ന് വലിച്ചിട്ടതാണ് നിങ്ങളുടെ പേഴ്സണെ. കാര്യം പിന്നീട് ഈ ഒരു പേഴ്സൺ അതിനകത്ത് ഇൻവോൾവ് ആയെങ്കിൽ പോലും അതിനകത്ത് ഒരു മുൻകൈ എടുത്തിരിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടി തന്നെയാണ്. അപ്പോൾ ആ അവരുടെ ഒരു ചിന്താഗതി, അല്ലെങ്കിൽ പ്ലാനിങ്ങിൻ്റെ ഒക്കെ ഒരു തകർച്ചയായിരിക്കാം. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിലപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയുള്ള ഒരു മാറ്റം ഈ ഒരു പേഴ്സണ് വരും. അല്ലാന്നുണ്ടെങ്കിൽ അവർ കൂടുതലും ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നുള്ള എനർജിയൊക്കെ നല്ല രീതിയിൽ തന്നെ മാറിപ്പോയതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവർ കൂടുതൽ അവരുടെ ഒരു കരിയർ, അല്ലെങ്കിൽ അവരുടെ ഒരു സെൽഫ് ലവ് ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു അവസ്ഥ നമുക്ക് കാണാം. അപ്പോൾ അതൊക്കെ തന്നെയായിരിക്കും ഈ ഒരു തകർച്ചയ്ക്ക് കാരണം തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ വന്നിരിക്കുന്ന 4 കാർഡ്സ്, അതായത് ഈ ഒരു ടവർ എനർജി, ഹെർമിറ്റ്, മജീഷ്യൻ ആൻഡ് ഡെത്ത്, 4 മേജർ ആർക്കാന കാർഡ്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇങ്ങനെയുള്ള പീരീഡ്സ് കടന്ന് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത് കടന്നു പോയതായിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കാണാം. ഈ ഒരു ടവർ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ ഒരു ഡിസ്ട്രക്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഹെർമിറ്റ് എനർജി ആണെന്നുണ്ടെങ്കിലും
ആ ഒരു വിക്ടിം മെൻറ്റാലിറ്റി അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും ആരെ വിശ്വസിക്കാൻ കഴിയാത്ത ട്രസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു എനർജിയും കാര്യങ്ങളൊക്കെയാണ്. മെജീഷ്യൻ എനർജി എന്ന് പറയുമ്പോൾ പവർ എനർജിയാണ്. ആൻഡ് ഡെത്ത് എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ എനർജിയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തകർച്ചയോടുകൂടി അവരുടെ റിലേഷൻഷിപ്പ് ഒരു കുറച്ചും കൂടി ഒരു വേഴ്സ് സിറ്റുവേഷൻ ആയതായിട്ട് തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാം. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് ഓൾമോസ്റ്റ് എൻഡ് ആയിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ആരുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിത് ആർക്ക് വേണ്ടിയിട്ടാണ് കാണുന്നതെങ്കിലും, ഈ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നവരുടെ അവരുടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആയതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് മാനസികമായിട്ട് ഇവിടെ നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പാർട്ടിയും തമ്മിലുള്ള അകൽച്ച നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട, അല്ലെങ്കിൽ ആ ഒരു പഴയ അടുപ്പോ കാര്യങ്ങളോ ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇവരെന്താണോ കാണിച്ചത് അത് തന്നെയായിരിക്കും ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്തും അവർ കാണിച്ചത്. അവർ വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ അവർ വിചാരിച്ച പോലെയുള്ള കാര്യങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ മാനിഫെസ്റ്റ് ചെയ്ത പല കാര്യങ്ങളും അവർക്ക് അച്ചീവ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡെത്ത് എനർജി ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ എങ്കിലും ഇവിടെ തേർഡ് പാർട്ടി കംപ്ലീറ്റ്ലി വിട്ടു പോയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ഓഫ് പെൻറ്റക്കിൾസ് എനർജി ആൻഡ് കിങ് ഓഫ് സോർട്സ് എനർജിയാണ്. കാരണം ഈ എനർജി എന്ന് പറയുമ്പോൾ ഇപ്പോഴും വിട്ടിട്ടില്ല. അതായത് അവിടെ ഒരു കൺട്രോൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവരിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അതേപോലെ തന്നെ ഈ ഒരു എനർജി ആണെന്നുണ്ടെങ്കിലും അതെ, എന്ത് കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. വളരെ സ്റ്റെബേൺ ആയിട്ടുള്ള എനർജിയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സംസാരമോ കാര്യങ്ങളോ അവർ തമ്മിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് കൂടുതലും ഒരു ക്ലാഷസിലേക്ക് പോകാൻ, അല്ലെങ്കിൽ വായിൽ തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു അവസ്ഥ ഒക്കെ അവരുടെ റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ സംഭവിക്കുന്നുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടി ആയിട്ട് കളിച്ചിരിച്ച് നടക്കുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അങ്ങനെയുള്ള പേഴ്സൺസിൻ്റെ എനർജി അല്ല. തീർച്ചയായിട്ടും ഇവിടെ നല്ല രീതിയിലുള്ള ഒരു അകൽച്ച അവർ തമ്മിൽ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു റിലേഷൻഷിപ്പ് ഓൾമോസ്റ്റ് മാനസികമായിട്ട് അവസാനിക്കാറായ മട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാര്യം എടുത്ത തേർഡ് പാർട്ടി ഇതിൽ നിന്ന് വിട്ടു പോയിട്ടില്ല, അല്ലെങ്കിൽ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനൊക്കെ ആയിട്ട് അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സമയമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ ഒരുപാട് സ്നേഹം കാണിച്ച് അട്രാക്ട് ചെയ്ത് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ ഒരു തനി നിറം നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ടാവും. നമ്മളിവിടെ പറഞ്ഞ പോലെ അത്രയും ഒരു ദേഷ്യത്തോടെ സംസാരിക്കുക, അല്ലെങ്കിൽ വഴക്കുകളിലേക്ക് പോവുക, പെട്ടെന്ന് ചാടിക്കയറി തീരുമാനം എടുക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ അതിനകത്ത് നടക്കുന്നുണ്ട്. അവരുടെ ഒരു റിയൽ ഫേസ് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ഒരു ക്ലാഷിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആയ ഒരു മട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ടൊക്കെ പ്രേ ചെയ്തിരുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു തകർച്ച കാണുന്നുണ്ട്. നല്ല രീതിയിലുള്ള അവർ തമ്മിലുള്ള ഒരു കലഹം, അല്ലാന്നുണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരവസ്ഥ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കിവിടെ സംഭവിച്ചതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തിയെ തേർഡ് പാർട്ടി എന്തുദ്ദേശത്തിലാണോ കൂടെ പിടിച്ച് നിർത്തിയത്, അല്ലാന്നുണ്ടെങ്കിൽ അവരതിനകത്തേക്ക് വലിച്ചിട്ടത്, ആ ഒരു ഉദ്ദേശം ഇപ്പോൾ എന്തായാലും നടക്കുന്നില്ല, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ കറന്റ് എനർജിയിൽ നടക്കുന്നില്ല. നിങ്ങളുടെ വ്യക്തിക്ക് പല കാര്യങ്ങളും തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവർ ഒരു വളരെയധികം ഇൻഡിപെൻഡന്റ് എനർജി ആയിട്ട് മാറിയതായിട്ട് നമുക്ക് കാണാം. ആദ്യം അവർ കുറച്ച് ഇവരെയൊക്കെ അനുസരിച്ച്, അല്ലെങ്കിൽ ഇവരുടെ ഒരു കൺട്രോളിൽ നിന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു ഇൻഡിപെൻഡൻസിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്? ഈ ഒരു സമയം അവർ ഇത്രയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നൊരവസ്ഥ, ഈ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള മാനസികമായിട്ടുള്ള അടുപ്പം മാറി നിൽക്കുന്ന അവസ്ഥയിൽ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എനർജിയാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് വിചാരിക്കുക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. Okay, clinging to the past, participation, inner voice, understanding, nothingness, ഹാർമണി. പിന്നെ നമ്മളിവിടെ പ്രത്യേകിച്ച് വേറെ കാർഡ്സ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല, കാരണം ഇവിടെ വന്നിരിക്കുന്ന എനർജീസ് എല്ലാം അത്തരത്തിലുള്ളതാണ്. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കാര്യം ഓർക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരുപാട് സ്റ്റക്ക് ആണെന്നുള്ളത് നമുക്ക് കാണാം.
ആ ഒരു പാസ്റ്റിലെ കാര്യം ഒരുപാട് മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴുള്ളവരുടെ ഒരു വിരക്തി അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അവർ മാനസികമായിട്ട് ഉപേക്ഷിച്ചത് കൊണ്ടായിരിക്കാം അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്ന അവസ്ഥ നമുക്ക് കാണാം. ഈ ഒരു പാർട്ടിസിപ്പേഷൻ എനർജി എന്ന് പറയുന്നത് ഇതൊരു റീയൂണിയൻ എനർജിയാണ്. റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. തിരിച്ചു വന്ന് യോജിക്കാനായിട്ട് ഇത് കംപ്ലീഷൻ ആക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ അവരെ ഒരുപാട് വേട്ടയാടുന്നുണ്ട്. വീണ്ടും തിരിച്ചു വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ അതാണ് കാണുന്നത്. ഈ ഒരു പേഴ്സൻ്റെ മൈൻഡ്, അവരുടെ ഒരു ഇന്നർ വോയിസ് പറയുന്നതും നിങ്ങളിലേക്ക് വരാനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഒരു ഇല്യൂഷനകത്തൊക്കെ പെട്ടിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ അവർക്ക് അങ്ങനെയുള്ള യാതൊരു ഇതുമില്ല. അവർക്ക് വളരെ ഒരു ക്ലാരിറ്റി ഉണ്ട്. എല്ലാ കാര്യങ്ങളിലും ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ അവരുടെ മനസ്സ് പറയുന്നത് പോലും നിങ്ങളിലേക്ക് വന്നു ചേരാനാണ്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇൻറ്റ്യൂട്ടീവായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു അവർക്കൊരു സ്പിരിച്വൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടായെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ സത്യം തിരിച്ചറിയാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കാനൊക്കെ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെയും നമുക്കതാണ് അണ്ടർസ്റ്റാൻഡിങ് ആണ്, മനസ്സിലാക്കുകയാണ്. അവരൊരു കൂട്ടിനകത്തായിരുന്നെങ്കിൽ ആ ഒരു കൂട്ടിൽ നിന്ന് അവർ സ്വതന്ത്രമാകുന്നൊരവസ്ഥ, അതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സണ് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ധാരണയില്ല. മേ ബി ചിലപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ഹെസിറ്റേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഇനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതായിരിക്കാം. അപ്പോൾ ആകെ മൊത്തം ആ ഒരു പേഴ്സണ് ഒരു എന്താ നമ്മളിവിടെ പറയുന്നത്, ഇരുട്ടിൽ തപ്പുന്ന പോലെയാണ്. നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ഹാർമണി എനർജിയാണ്, അതും ഒരു കംപ്ലീഷനാണ്, ഫുൾഫിൽമെൻ്റ് ആണ്, കപ്സ് എനർജിയാണ്. അപ്പോൾ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് എങ്ങനെ നിങ്ങളിലേക്ക് വരണം എന്നുള്ളൊരു ഹെസിറ്റേഷൻ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് മിസ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ അവരുടെ മൈൻഡ് ആണെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് പറയുന്നൊരവസ്ഥയാണ്. അപ്പോൾ ചിലർക്ക് കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ടാവാം, പക്ഷേ ഭൂരിഭാഗം വ്യക്തികൾക്കും ഈ ഒരു സിറ്റുവേഷനിൽ കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ഇവിടെ ഈ ഒരു നത്തിങ്നെസ് വന്നതുകൊണ്ട് തന്നെ ഒരു സ്റ്റക്നെസ്, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും വരാനുള്ള ആ ഒരു ജാള്യത അല്ലെങ്കിൽ വൈമുഖ്യം ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ ഒരു കാര്യം എന്തായാലും ഷുവറാണ്, നിങ്ങളുടെ ഒരു വാല്യൂ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് അവർക്ക് ഇപ്പോൾ ഇതിനോടകം സാധിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എനർജി നമുക്ക് അതാണ് കാണിച്ചു തരുന്നത്. അത്രയേറെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, റീകൺസിലേഷൻ ഉണ്ടായാൽ കൊള്ളാമെന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഏത് രീതിയിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും അതിവിടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പാർട്ടിസിപ്പേഷനും ഹാർമണി എനർജി രണ്ടും വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എത്രത്തോളം ഈ ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അവരുടെ ഒരു മൈൻഡ് ആണെങ്കിലും നിങ്ങളിലേക്ക് വരാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ രണ്ടുപേരും തമ്മിൽ അങ്ങനെയുള്ള ആ ഒരു ടെലിപ്പതി കണക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവാം, നിങ്ങളവരൊരു ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ അത് ഈ ഒരു പേഴ്സൺ അറിയാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എത്ര പേർക്ക് റെസൊനേറ്റ് ആവുന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ വളരെ കുറച്ച് വ്യക്തികൾക്കായിരിക്കാം. തേർഡ് പാർട്ടി റിമൂവ് ചെയ്തിട്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടി ശരിക്കും മനസ്സിലാക്കി നിങ്ങളിലേക്ക് വരാനായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. സോ അതെന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. തേർഡ് പാർട്ടി ഉള്ളപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ഒരുപാട് പേരുണ്ടാവും, അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിലനിർത്തിക്കൊണ്ട് വരുന്നവരുണ്ടാവാം. പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കി അത് മാനസികമായിട്ട് കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ച ഒരു ഡെത്ത് സിറ്റുവേഷനിൽ വന്നിട്ട് നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി ഇപ്പോൾ എനിക്കിത് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി ഒരു മറ്റൊരു ലെവലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് കുറച്ച് പേർക്കായിരിക്കും ചിലപ്പോൾ റെസൊനേറ്റ് ആവുക എന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആരുടെ പേഴ്സൺസിൻ്റെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ ഫലിച്ചതായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ക്ലെയിം ചെയ്യുക. ഇതിനോടകം തന്നെ കുറച്ച് പേർക്കേ കോൺടാക്റ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ. കാരണം നമ്മളിവിടെ പറഞ്ഞ പോലെ ഒരു സ്റ്റക്നെസ് ഉണ്ട് ഈ ഒരു പേഴ്സൺ. ഇത്രയും ആഗ്രഹം ഉണ്ടെങ്കിലും അവർ പുറകിലേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സിറ്റുവേഷനിലുള്ളവർക്കെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.